ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നാവികസേനയ്ക്ക് കരുത്തായി 3 പുത്തൻ യുദ്ധക്കപ്പലുകൾ. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് അഥവാ GRSC നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. 2026 ഏപ്രിൽ 3 വെള്ളിയാഴ്ചയാണ് കൈമാറിയത്. ഡൂണഗിരി, സംശോധക്, അഗ്രേ എന്നീ യുദ്ധക്കപ്പലുകളാണ് നാവികസേനയുടെ ഭാഗമായത്. GRSC ചെയർമാനും MDയുമായ റിട്ടയർഡ് കമാൻഡർ PR ഹരിയിൽ നിന്ന് റിയർ അഡ്മിറൽ ഗൗതം മർവാഹയും കമാൻഡർ ശിശിർ ദീക്ഷിതും ചേർന്ന് കപ്പലുകൾ ഏറ്റുവാങ്ങി. പ്രൊജക്ട് 17A പദ്ധതിയിൽ ഉൾപ്പെട്ട അത്യാധുനിക മിസൈൽ ഫ്രിഗേറ്റാണ് ഡൂണഗിരി. ബ്രഹ്മോസ് മിസൈൽ, AESA റഡാർ എന്നിവയും ഡൂണഗിരിയുടെ പ്രത്യേകതകളാണ്. സമുദ്രാതിർത്തിയിൽ സർവേ നടത്താൻ ശേഷിയുള്ള വലിയ കപ്പലാണ് സംശോധക്. മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക കപ്പലാണ് അഗ്രേ. മയാമി ഓപ്പൺ ടെന്നീസ്. ലോക 2ാം നമ്പർ താരമായ ഇറ്റലിയുടെ യാനിക് സിന്നർ മയാമി ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ജിറി ലെഹച്ചയെയാണ് ഇദ്ദേഹം തോൽപ്പിച്ചത്. കിരീടം നിലനിർത്തിയതോടെ സൺഷൈൻ ഡബിളും താരത്തിന് സ്വന്തമായി. മയാമിയും ഇന്ത്യൻ വെൽസ് കിരീടവും തുടർച്ചയായി 2 തവണ നേടുന്നവർക്ക് ലഭിക്കുന്നതാണ് സൺഷൈൻ ഡബിൾ. ഒരു സെറ്റ് പോലും നഷ്ടപ്പെടാതെ സൺഷൈൻ ഡബിൾ നേടുന്ന ആദ്യ പുരുഷതാരമെന്ന ഖ്യാതിയും സിന്നറിന് ലഭിച്ചു. ന്യൂ CEO ഓഫ് ഇൻഡിഗോ എയർലൈൻസ്. ഇൻഡിഗോ എയർലൈൻസിൻ്റെ പുതിയ CEO ആണ് വില്യം വാൾഷ്. ഓഗസ്റ്റ് 2026 ഇദ്ദേഹം ചുമതലയേൽക്കുന്നത്. നിലവിൽ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ മേധാവിയാണ് വില്യം വാൾഷ്. വിമാനയാത്രയിലെ പ്രതിസന്ധി മൂലം രാജിവെച്ച പീറ്റർ എൽബേഴ്സ് ആയിരുന്നു മുൻ CEO. 20 സിറ്റീസ് ടുവേർഡ്സ് സീറോ വേസ്റ്റ്. മാലിന്യരഹിത നഗരങ്ങൾ ലക്ഷ്യമിട്ട് UN പ്രഖ്യാപിച്ച 20 സിറ്റീസ് ടുവേർഡ്സ് സീറോ വേസ്റ്റ് പട്ടികയിൽ കേരളത്തിലെ വർക്കല നഗരസഭ ഇടം നേടി. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്നിവയിലൂടെ ആഗോള ശ്രദ്ധയാകർഷിച്ച വർക്കല ഏഷ്യയിൽ നിന്ന് ഈ നേട്ടം കൈവരിച്ച പ്രമുഖ നഗരങ്ങളിൽ ഒന്നാണ്. UNEP, UN ഹാബിറ്റാറ്റ് എന്നിവയുടെ പിന്തുണയോടെ UN സെക്രട്ടറി ജനറലിൻ്റെ ഉപദേശക ബോർഡാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ലക്ഷ്യം മാലിന്യങ്ങൾ കുറയ്ക്കുക, സർക്കുലർ സമ്പദ് വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിര നഗര മാതൃകകൾ സൃഷ്ടിക്കുക എന്നിവയാണ്. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 അനുബന്ധിച്ചാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ന്യായ സേതുവും ദിശികയും. നീതിന്യായ വകുപ്പ് വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച ദിശ പരിപാടിയിൽ ന്യായ സേതു AI ചാറ്റ്ബോട്ടും അതിൻ്റെ ഔദ്യോഗിക മാസ്കോട്ട് അഥവാ ചിഹ്നമായ ദിശികയും അനാച്ഛാദനം ചെയ്തത് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണനും നിയമനീതി സ്വതന്ത്ര ചുമതല വഹിക്കുന്ന സഹമന്ത്രിയായ ശ്രീ അർജുൻ റാം മേഘ്വാളും ചേർന്നാണ്. ന്യായ സേതു എന്നത് ഒരു വോയിസ് ഫസ്റ്റ് മൾട്ടി മോഡൽ ബഹുഭാഷ AI പവേർഡ് ലീഗൽ അസിസ്റ്റൻ്റ് ആണ്. ഇത് വിവിധ ഇന്ത്യൻ ഭാഷകളിലെ ലളിതമായ വോയിസ്, ടെക്സ്റ്റ് എന്നിവ ഉപയോഗിച്ച് പൗരന്മാരെ നിയമപ്രക്രിയകൾ, അവകാശങ്ങൾ, അടുത്ത ഘട്ടങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇത് നിർമ്മിച്ചത് ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷനും മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും കീഴിൽ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷൻ അഥവാ DIBD ആണ്. ദിശയുടെ പൂർണ്ണരൂപം ഡിസൈനിങ് ഇന്നൊവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ്. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സ് 2026. 2026 സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സ് 14ാം തവണയും സിംഗപ്പൂരിലെ ചാങ്ങി വിമാനത്താവളം ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമായി. മികച്ച എയർപോർട്ടിനു പുറമെ വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ട് ഡൈനിങ്, ബെസ്റ്റ് എയർപോർട്ട് ഇൻ ദ 60-70 മില്യൺ പാസഞ്ചർ കാറ്റഗറി, ബെസ്റ്റ് എയർപോർട്ട് ഇമിഗ്രേഷൻ സർവീസ്, ബെസ്റ്റ് എയർപോർട്ട് ഇൻ ഏഷ്യ എന്നീ അവാർഡുകളും ചാങ്ങി എയർപോർട്ട് സ്വന്തമാക്കി. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് സൗത്ത് കൊറിയയിലെ സിയോൾ ഇഞ്ചിയോൺ എയർപോർട്ടാണ്. വേൾഡ്സ് മോസ്റ്റ് ഫാമിലി ഫ്രണ്ട്ലി എയർപോർട്ടും ഇതേ എയർപോർട്ടാണ്. 3ാം സ്ഥാനം നേടിയത് ജപ്പാനിലെ ടോക്കിയോ ഹനേഡ എയർപോർട്ടാണ്. ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് 28ാം സ്ഥാനത്തെത്തി. ഇന്ത്യയിലെ മികച്ച എയർപോർട്ടായി മാറി. കഴിഞ്ഞ വർഷം 32ാം സ്ഥാനത്തായിരുന്നു ഡൽഹി എയർപോർട്ട്. ഡൽഹി എയർപോർട്ടാണ് ദക്ഷിണേഷ്യയിലെയും ഇന്ത്യയിലെയും ഏറ്റവും മികച്ച വിമാനത്താവളം. ഏകദേശം 5 ഇന്ത്യൻ എയർപോർട്ടുകൾ മികച്ച 100-ൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും മികച്ച 30-ൽ ഡൽഹി എയർപോർട്ട് മാത്രമാണുള്ളത്. സിംഗപ്പൂരിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റൽ സിംഗപ്പൂർ തന്നെയാണ്. പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ്, കറൻസി സിംഗപ്പൂർ ഡോളർ. സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിയോൾ, പ്രസിഡന്റ് ലീ ജെ മ്യൂങ്, പ്രധാനമന്ത്രി കിം മിൻ സ്യൂക്ക്, കറൻസി സൗത്ത് കൊറിയൻ വോൺ. ജപ്പാൻ്റെ ക്യാപിറ്റൽ ടോക്കിയോ, പ്രധാനമന്ത്രി സനെ തക്കൈച്ചി, കറൻസി ജാപ്പനീസ് യെൻ.
ന്യൂ CMD ഓഫ് പവർ ഗ്രിഡ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ബുറ വംശി രാം മോഹൻ ചുമതലയേറ്റു. 2026 ഏപ്രിൽ മുതൽ 2030 ജൂലൈ വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി. PGCIL അഥവാ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഹരിയാനയിലെ ഗുരുഗ്രാമാണ്. സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം. 2026 മാർച്ച് 31 മഹാവീർ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ കോബ തീർത്ഥിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത ജൈനമതത്തിലെ അഹിംസ, ദയ, പൈതൃകം എന്നിവ ഉയർത്തിക്കാട്ടുന്ന 7 ഗാലറികൾ ഈ മ്യൂസിയത്തിലുണ്ട്. ടോറൻ ഗ്രൂപ്പിൻ്റെ UNM ഫൗണ്ടേഷനാണ് മ്യൂസിയം നിർമ്മിച്ചത്. ന്യൂ പ്രസിഡന്റ് ഓഫ് മ്യാൻമർ. 2026 ഏപ്രിലിൽ മ്യാൻമറിൻ്റെ പുതിയ പ്രസിഡന്റായി സൈനിക മേധാവി ജനറൽ മിൻ ആങ് ഹ്ലയിങ്ങിനെ പാർലമെന്റ് തിരഞ്ഞെടുത്തു. 2021 ഓങ് സാൻ സൂചിയുടെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച സൈനിക അട്ടിമറിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. INS അരിധാമാൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാമത്തെ ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിധാമാൻ. SSBN അഥവാ സബ്മേഴ്സിബിൾ ഷിപ്പ് ബാലിസ്റ്റിക് ന്യൂക്ലിയറിൻ്റെ അരിഹന്ത് ക്ലാസ്സിലെ 2ാമത്തെ അന്തർവാഹിനിയാണിത്. നിർമ്മിച്ചത് വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെൻറ്ററിലാണ്. ഉപരിതലത്തിൽ 6000 ടണ്ണും വെള്ളത്തിനടിയിൽ 7000 ടണ്ണും സ്ഥാനചലനം ചെയ്യാൻ ഇതിന് കഴിയും. കടലിനടിയിൽ ശബ്ദം വളരെ കുറച്ച് ശത്രുവിൻ്റെ റഡാറുകളിൽ പെടാതെ സഞ്ചരിക്കാൻ ഉഷസ്, പഞ്ചേന്ദ്രിയ എന്നീ സോണാർ സംവിധാനങ്ങൾ INS അരിധാമാനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ്. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഛത്തീസ്ഗഡിലെ റായ്പൂർ, ജഗദൽപൂർ, സർഗുജ എന്നിവിടങ്ങളിൽ മാർച്ച് 25 മുതൽ ഏപ്രിൽ 3 വരെ നടന്നു. ഗോത്രവർഗ അത്ലറ്റുകൾക്കായി സംഘടിപ്പിച്ച ആദ്യ ദേശീയ മൾട്ടി സ്പോർട്ട് ഇവൻ്റാണിത്. ഏകദേശം 3800-ലധികം അത്ലറ്റുകൾ ഇതിൽ പങ്കെടുത്തു. 23 ഗോൾഡ്, 8 സിൽവർ, 7 ബ്രോൺസ് എന്നിവ നേടിക്കൊണ്ട് കർണാടക ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി. 2ാം സ്ഥാനത്ത് ഒഡീഷയാണ്. 21 സ്വർണം, 15 സിൽവർ, 21 ബ്രോൺസ് എന്നിവയാണ് നേടിയത്. 3ാം സ്ഥാനത്ത് 16 സ്വർണം, 8 സിൽവർ, 11 ബ്രോൺസുമായി ജാർഖണ്ഡ് എത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.